ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാ കേക്ക് സിക്കിൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് വെച്ച് ചെയ്യുന്ന കേക്ക് സെറ്റിൻ്റെ കൂടെയൊക്കെ ഉണ്ടാവുന്ന കേക്ക് സിക്കിൾസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 kg മെഷർമെൻറ്റിൽ വരുന്ന ഒരു കേക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 200 ഗ്രാമോളം ഏകദേശം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ മെത്തഡിലൂടെ നല്ലോണം മെൽറ്റാക്കിയിട്ടെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മെൽറ്റാക്കിയിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു ഇതിലേക്കുള്ള കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടി നോക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിലാവുന്ന ആ ഒരു ഇതിൽ തിക്നെസ്സിലാവുമ്പോഴാണ് നമ്മൾ അത്രയും ചോക്ലേറ്റ് ഒഴിച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയും മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ സിക്കിൾസിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ഭയങ്കര വലിയ സൈസിലല്ല, ഇതൊരു സ്മോൾ സൈസ് സിക്കിൾസാണ്. അപ്പോൾ ഇതിൻ്റെ മോൾഡിൽ ഇതുപോലെ നല്ലോണം ഇങ്ങനെ പ്രസ്. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ച് എടുത്തുന്നേ ഉള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വാനില സ്പഞ്ചോ ഏത് ഫ്ലേവറിലുള്ള സ്പഞ്ച് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ചോക്ലേറ്റ് സ്പഞ്ച് ആകുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഒറ്റ ഇതിൽ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇതങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള സ്റ്റിക്ക് കുത്തി കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ നിന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. ഈ ഒരു ഐസ് സ്റ്റിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിച്ചാലും മതി. ഓരോ പാക്കിലായിട്ട് അങ്ങനെ മേടിക്കാൻ പറ്റും. ചെറിയ റേറ്റിലേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അകത്തേക്കാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റം വരെ വേണ്ട, ഒരു ഹാഫ് വരെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കേക്ക് ഇങ്ങനെ മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ കേക്കിൻ്റെ നമ്മൾ അതായത് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്. അപ്പോൾ ഒന്നുകൂടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കിയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇത് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ ഒരു 1/2 hour മിനിമം ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 hour ശേഷം ഈ ഒരു മോൾഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അതിൻ്റെ ഷേപ്പൊന്നും പോവാണ്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു മോൾഡ് ഇതുപോലെ ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ എടുക്കുകയാണ്. അല്ലാതെ നമ്മൾ പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ മെല്ലെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ബ്ലൂ അല്ല, ഒരു ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് മാത്രം. അപ്പോൾ 2 ഡ്രോപ്പ് അതായത് ജെൽ കളർ ഞാൻ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ജസ്റ്റ് ഒരു നമ്മൾ ഗ്ലാസ് ഉണ്ടല്ലോ, ജ്യൂസ് ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് എന്നിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ വേറെയും നമുക്കിതുപോലെ ഡിപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിവിടെ ഈ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ തന്നെയാണ് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ആക്കിയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ഉള്ളിലത്തെ ചോക്ലേറ്റ് കാണുന്ന ആ ഒരു കട്ടി കുറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് സെറ്റായതിൻ്റെ ശേഷം വീണ്ടും ഒന്നുകൂടെ ഡിപ്പ് ചെയ്യുക. അതായത് 2 കോട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് ഇതിൻ്റെ പുറമേയുള്ള ഡെക്കറേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചോക്ലേറ്റ് ഓരോരോ സീസൺ അനുസരിച്ചിട്ടാണ്. നമ്മൾ ഭയങ്കര ചൂടായിട്ടുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്ത് കഴിയുന്നത് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. എഡിബിളായിട്ടുള്ള ബീഡ്സാണ്, കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റാവുന്നതിൻ്റെ മുന്നേ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ അതിന്മേൽ പിടിച്ചു നിൽക്കും. ഇനി സെറ്റായതിൻ്റെ ശേഷമാണെങ്കിൽ വീണ്ടും നമ്മൾ മെൽറ്റാക്കിയ ചോക്ലേറ്റ് ആ ഭാഗത്തേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. പല ടൈപ്പിലും ഇത് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ നമ്മൾ ആ ഒരു ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എടുത്താൽ മതി. അത്രയും ടൈം ആ ഒരു തണുപ്പ് കിട്ടിയാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ലോണം സെറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം ഡെലിവറി ചെയ്യുക. ഈ ഒരു ചൂട് കാലാവസ്ഥ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് പോകും. നമ്മൾ ഈ ഒരു ബോക്സിലൊക്കെ വെക്കുന്ന സമയത്ത് ബോക്സിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക, നല്ലോണം സെറ്റാക്കി എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു പാക്കിങ്ങും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബോക്സിലാണ് ഇത് കൊണ്ടുപോവുക. ഇതുപോലെ തന്നെ ജസ്റ്റ് ഡയറക്റ്റ് ഇതുപോലെ നോർമൽ കേക്ക് ബോക്സിൽ തന്നെ വെച്ച് കൊടുത്താലും നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് സിക്കിൾസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. കേക്കിൻ്റെ കൂടെ ആണെങ്കിലും ഇനി അല്ലാതെ ഇത് ഒറ്റയ്ക്കാണെങ്കിലും ഒക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.